നമ്മള് നമ്മുടെ പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മൾ ഏകദേശം നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ലാസ്റ്റിലത്തെ ആ ഒരു 2 ചാപ്റ്ററും കൂടെയാണ് നമുക്ക് അതിനകത്ത് തീരാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ ഇത്രയും നാളും പഠിച്ചത്, അല്ലെങ്കിൽ പോപ്പുലർ ലിറ്ററേച്ചറിൽ നമ്മളൊന്ന് കണ്ടുകൊണ്ടിരുന്ന എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. അതായത് നമ്മൾ എന്താണ് പോപ്പുലർ ലിറ്ററേച്ചർ എന്ന് കണ്ടു, പിന്നെ ലിറ്ററേച്ചർ ടുഡേ അല്ലെ ഇന്നത്തെ ലിറ്ററേച്ചറിന്റെ പ്രത്യേകതകൾ അത് നമ്മൾ കണ്ടു, പിന്നെ ചിൽഡ്രൻസിന്റെ ലിറ്ററേച്ചർ അല്ലെ പല പല സെക്ഷൻസുകൾ നമ്മൾ കണ്ടു അല്ലെ, ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ കുറച്ച് എന്താണ് പല പല ലിറ്ററേച്ചറിന്റെ പല പല രൂപങ്ങൾ നമ്മൾ അതിനകത്ത് കണ്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 14 ആണ് കേട്ടോ. 14ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഗ്രാഫിക് നരേറ്റീവ്സ് അനലൈസിങ് വ്യാമാസ് ഭീമയാന. അപ്പൊ ഭീമയാന എന്ന് പറയുന്ന ആ ഒരു വർക്കിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഭീമയാന, ആരുടെയാണ് ഈ വർക്ക്, എന്താണ് ഇതിന്റെ പ്രത്യേകത, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം. We are familiar with Diamond Comics Raj, Comics Amar Chitragatha, Nandan and Champak, Chacha Chaudhary, Doga, Nagraj and several others still continue to excite the imagination of young adult. അപ്പൊ നമ്മള് പണ്ടൊക്കെ നമ്മള് ഈ അമർ ചിത്രകഥയൊക്കെ വായിക്കും അല്ലെ, അതായത് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള അല്ലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളുടെ കഥയൊക്കെ അല്ലെ. അപ്പൊ നമ്മൾ പണ്ട് ഇത് വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം, അങ്ങനെയുള്ള കുറെ കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വായിക്കുന്നത് എന്താണ്, അവരുടെ ഇമാജിനേഷൻ അല്ലെ, യങ് അഡൽട്ട് ആയിട്ടുള്ള ആളുകളുടെ ഇമാജിനേഷൻ ഒക്കെ കൂട്ടാനായിട്ട് ഇത് സാധിക്കുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. The same is true of the fascinating world of superheroes brought alive by Marvel Comics. Despite the fascination, there were debates whether comic books have corrupting influence over young minds, a source of cheap entertainment, a distraction may away from serious business of education. അപ്പൊ ഈ ആളുകൾക്ക് ഇത് എന്താണ്, അവരൊരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുന്ന ഒരു അഡൽട്ട് അല്ലെ, ഒരു അഡൽട്ട് ഗ്രൂപ്പും എവിടെയുണ്ട്, നമ്മുടെ ഈ ഒരു വായനക്കാരുടെ ഇടയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അവർക്കും എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ധീര കഥകളൊക്കെ നമ്മൾ എഴുതപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്ന എന്താണ്, നോയിങ് ദ ഹീറോ ഓഫ് ദ ഭീമയാന. ഭീമയാന എന്ന് പറയുന്ന വർക്ക് ആരുടെയാണ് എന്നാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇത് അറിയേണ്ടത് അല്ലെ. അപ്പൊ ഭീമയാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഭീമയാന എക്സ്പീരിയൻസസ് ഓഫ് അൺടച്ചബിലിറ്റി വാസ് പബ്ലിഷ്ഡ് ഇൻ 2011. It tells the story of Dr. Bhimarao Ambedkar by using both the text and images. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറിന്റെ ഒരു അല്ലെ, അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ് ഭീമയാന. It has used illustrations done in folk idiom of Gondat. The storyline is based on the autobiographical note of Ambedkar. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ടും അദ്ദേഹത്തിന്റെ ജീവിത കഥയുമായിട്ട് കൂടുതലും ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. The book borrows heavily from the novelistic form of narration. അപ്പൊ ഇതിനൊരു നോവലിന്റെ പോലെയുള്ളൊരു നരേഷൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. Nandini Chandra notes, while the publishers shy away from calling it a graphic novel and stick to the more universal category graphic book, the overcoming frame is which is filtered, marketed and viewed are that graphic novel. അപ്പൊ ഈ ഭീമയാന എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക് നോവലിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. A major aim of book is to raise awareness about the continuity of Dalit struggle in contemporary times by creating a visual literary around the issue. അപ്പൊ ഈ ബുക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്, മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദളിത് അല്ലെ, അതായത് പിന്നോക്ക വിഭാഗങ്ങൾ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ചൂഷണങ്ങളൊക്കെ കുറയ്ക്കുക, അതിനെക്കുറിച്ചൊരു അവയർനെസ് ഇന്നത്തെ കാലത്ത് കൊടുക്കുക അല്ലെ. അവര് അങ്ങനെ വിവേചനങ്ങളൊന്നും പാടില്ല, അങ്ങനെ ഒരു എന്താണ് പിന്നോക്ക വിഭാഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ തടയുക, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇനി ഭീമയാന എന്ന് പറയുന്ന വർക്കിലെ ഹീറോ അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് നോയിങ് ദ ഹീറോ ഭീമയാന കേട്ടോ. ആരാണ്?
B.R. Ambedkar, the chairman of the Constitution Drafting Committee, was a prolific student and a politician of repute. അപ്പോൾ ഈ ഒരു ഭീമയാന എന്ന് പറയുന്ന ഈ നോവൽ അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കുന്ന എഴുതി ഉണ്ടാക്കുന്ന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു അംഗമാണ്. വാസ് എ പ്രോളിഫിക് സ്റ്റുഡന്റ് ആൻഡ് എ പൊളിറ്റീഷ്യൻ ഓഫ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനും കൂടിയായി. Born on April 14, 1891 in a Mahar family of Muho, part of the central provinces Western India. പിന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ he graduated from the University of Mumbai and went for higher studies to Columbia University and London School of Economics. അദ്ദേഹം അവിടേക്കാണ് വിദ്യാഭ്യാസം ചെയ്തത്. He served as the first Minister of Law and Justice of Independent India from August 1945 to September 19. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് നിയമമന്ത്രി അല്ലെ, മിനിസ്റ്റർ ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ B.R. അംബേദ്കറെ കുറിച്ച് നോക്കുന്ന വിവരങ്ങൾ. ഇനി എന്താണ്, he worked for the Dalit community. അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ദളിത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. He played an equally important role in Dalit centuries old caste-based operation. In 1924, he founded the Bhakti Sri Hirani Sabha to educate, agitate, organize the depressed class. അപ്പോൾ അദ്ദേഹം ഈ ദളിതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ഉന്നമനത്തിനും അവരുടെ സംഘടനകളൊക്കെ രൂപീകരിച്ചു അതിനകത്തും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. Inspired by his initiative, India has come a long way in granting constitutional rights to all the citizens, irrespective of their caste and creed. അദ്ദേഹത്തിന്റെ ഒരു ആശയമൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ ആളുകൾക്കും അല്ലെ യാതൊരു വിധത്തിലുള്ള വർണ്ണ വിവേചനമൊന്നുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ നമ്മുടെ അവകാശം സിവിൽ റൈറ്റ്സുകൾ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നു. The Dalit Panthers movement of the 1970s further important the Dalits to fight for their right to dignified life. ദളിതിന്റെ അവരുടെ അവകാശങ്ങൾക്ക് നേടിയെടുക്കുന്നതിന് അതൊരു ചില മൂവ്മെന്റ് ചില സമരങ്ങളൊക്കെ അവരെ നടത്തിയിട്ടുണ്ട്. Dr. B.R. Ambedkar as a protagonist does not borrow the features of superheroes to launch a crusade against caste-based discrimination. അപ്പൊ നമ്മൾ ഈ നോവലിൽ കാണുമ്പോൾ അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ആയിട്ട് വന്നിട്ട് ഇവിടുത്തെ ആളുകളെ രക്ഷിക്കുന്നതായിട്ടോ അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ എന്തുണ്ട് ഇവിടെ rather he uses his position to depict the struggles of the Dalit community. പകരം അദ്ദേഹത്തിന്റെ അഭിപ്രായവും അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷനൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഈ ദളിത് കമ്മ്യൂണിറ്റീനെ ഉയർത്തിക്കൊണ്ടുവരാനായി ശ്രമിച്ചിട്ടുണ്ട്. The structure of Bhimayana is largely modeled on Ambedkar's autobiographical books, but it is much a memoir of the community whose struggles have only changed shape over a period of time. അപ്പോൾ ഈ ഒരു ഭീമയാനയുടെ എന്താണ് ഈ ലാർജ്ലി മോഡൽ ഓൺ അംബേദ്കർ ഓട്ടോബയോഗ്രഫി, അതായത് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അല്ലെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു നോവലിൽ കാണുന്നുണ്ട്. ഇനി എ നോട്ട് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ഭീമയാന. ഇനി ഭീമയാനയിൽ ആരെ കുറിച്ചാണ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അതിന്റെ ഒരു സ്ട്രക്ചർ അല്ലാതെ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ഏത് രീതിയിലാണ് അത് നമ്മളോട് സംസാരിക്കുന്ന ബുക്ക് ഒരു റീഡർ വായിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്നൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് Bhimayana opens with an one day in the recent past where two persons at a bus stop discuss the relevance of caste-based reservation in education and employment opportunities. അപ്പൊ ഈ ഒരു ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഡിസ്കഷൻ ആണ്. ആരൊക്കെയാണ്? രണ്ടാളുകൾ അവർ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു റിസർവേഷൻ അല്ലെ ദളിത് പീപ്പിൾ അല്ലെ അവർക്ക് ഇങ്ങനെ റിസർവേഷൻ കൊടുക്കും. SC/ST-കാർക്ക് റിസർവേഷൻ അല്ലെ. അപ്പൊ അവർക്ക് റിസർവേഷൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസും എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് റിസർവേഷൻ, അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ രണ്ട് ആളുകൾ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. There is a constant back and forth movement in time
as the knowledge production around the complex diabetics of anti-caste ideology happens through questions and answers between the two persons. അപ്പോൾ അവർ രണ്ടുപേരും അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്, അവർക്ക് അറിയാവുന്ന ഐഡിയാസ് ഒക്കെ അവർ ഷെയർ ചെയ്യുന്നു. The first part, the title Water narrates the story of a young first experiences of caste-based discrimination. അപ്പോൾ ഈ ഒരു നോവലിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ട് അല്ലെ, ഫസ്റ്റ് പാർട്ടിന്റെ പേര് വാട്ടർ എന്നാണ്. വാട്ടറിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, യങ് ഭീമാസ് ഫസ്റ്റ് എക്സ്പീരിയൻസസ് ഓഫ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് നേരിട്ട ജാതിയുടെ പേരിലുള്ള വിവേചനത്തിനെ കുറിച്ചാണ് ഒന്നാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. The separate sitting from the classmates of restrictions on accessing potable water, lack of access to the barber, or the attitude of the larger community towards the depressed classes. അപ്പോൾ അവർക്ക് എല്ലാവരുടെയും അല്ലെ അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരുമിച്ച് ഇരിക്കാനോ അല്ലെങ്കിൽ അവരെല്ലാവരും എടുക്കുന്നത് പോലെ ഇവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു അല്ലെ. അപ്പൊ ദളിത് ആയതുകൊണ്ട് അവർക്ക് അതിന് അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഈ ഒരു നോവലിൽ പറയുന്നുണ്ട്. The narrative also focuses upon the subhuman existence of Dalit life. Animals have better rights than. പിന്നീട് എന്താ പറയാ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ജാതിയുടെ പേരിലുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ് അദ്ദേഹം നേരിടേണ്ടി വന്നു. അദ്ദേഹം പറയുകയാണ്, നമ്മള് ആനിമൽസിന് എന്താണ്, നമ്മള് മനുഷ്യന്മാരെക്കാളും നല്ല രീതിയിലാണ് അവർക്ക് അല്ലെ, അവർക്ക് ഇപ്പോഴത്തെയുള്ള യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസും. അപ്പൊ എന്താണ്, നമ്മള് ആനിമൽസ് നമ്മളെക്കാളും ബെറ്റർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്, the narrative also focuses upon the subhuman existence of Dalit life, where animals have better rights than them. Despite being one of the lucky few, his father was a Sabir of the British Army. Beam is fairly agitated to notice the discrimination he suffers at the school and in society. On his visit to Satara, not even a single Katman agrees to give a right to Mahar, even if the Mahar was willing to pay double of pay. അപ്പോൾ അവര് ഉപയോഗിക്കുന്നതിന് മാത്രമല്ല, അവരുടെ ട്രാവലിംഗിൽ വരെ അവർക്ക് ആ ഒരു ജാതി മത വ്യത്യാസങ്ങളൊക്കെ നല്ലോണം കൂടുതലായിട്ടും ജാതിയുടെ പേരിലുള്ള വ്യത്യാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. സെക്ഷൻ 2. ഇനി ഈ ബുക്കിന് രണ്ടാമത്തെ ഭാഗം, ആദ്യത്തെ ഭാഗത്തിന് പേര് നമ്മൾ വാട്ടർ എന്ന് പറഞ്ഞു. അതിനകത്ത് അദ്ദേഹത്തിന് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എഴുതിയിട്ടുണ്ട്, ജാതിയുടെ പേരിൽ അദ്ദേഹം വിഷമങ്ങൾ. ഇനി രണ്ടാമതായിട്ട് ഈ ഒരു നോവലിന്റെ പേരെന്നാണ്, രണ്ടാമത്തെ പാർട്ടിന്റെ പേരെന്നാണ്, സെക്ഷൻ 2 ടൈറ്റിൽഡ് ഷെൽട്ടർ അല്ലെ, വീട് എന്ന അർത്ഥം വരുന്ന ഷെൽട്ടർ എന്ന വാക്ക് പാർട്ട് കൊടുത്തിട്ടുള്ളൂ. Shelter opens with an image of an adult Ambedkar wearing a suit and glasses, symbolizing his encounter with Western education and cultural values. അദ്ദേഹം ഈ ഷെൽട്ടർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് കുറച്ചും കൂടി മുതിർന്ന ഒരു അംബേദ്കറിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൾ എന്താ ചെയ്യുന്നത്, വെയറിംഗ് എ സ്യൂട്ട് ആൻഡ് ഗ്ലാസസ്. അപ്പൊ അദ്ദേഹം ഒരു കോട്ടും സൂട്ടും ഒക്കെ ധരിച്ചിട്ടുണ്ട്. സിംബലൈസിംഗ് ഹിസ് എൻകൗണ്ടർ വിത്ത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ലുക്ക് കാണുമ്പോൾ അദ്ദേഹം വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒക്കെ നേടാനായിട്ട് റെഡി ആവുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നു എന്നൊരു ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. When the board to train to Baroda in 1970 to join a government job, he is immediately reminded of his position in the social structure. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ബറോഡയിലേക്ക് അദ്ദേഹത്തിന്റെ ഈ പഠന ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. അപ്പൊ സാധാരണ ദളിതിൽ നിന്നും നല്ല ഡ്രസ്സിങ്ങും ഇതൊക്കെ ആവുമ്പോഴത്തേക്കും കുറച്ചൊക്കെ മാറ്റം അല്ലെ. അപ്പൊ ആ ഒരു വ്യത്യാസം അദ്ദേഹം ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. Apparently, he goes to Baroda to join as a probationer in the Accountant General Office, but cannot find a place to stay in Baroda. അദ്ദേഹത്തിന് ജോലിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്നു, പക്ഷെ ബറോഡയിൽ അദ്ദേഹം താമസിക്കാനായിട്ട് സ്ഥലം കിട്ടിയില്ല. He cannot get any shelter, find anywhere in Baroda, despite repeated efforts. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു താമസിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. Ambedkar was refused a shelter in the city of Baroda in spite of his economic credentials. അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി അല്ലാണ്ട് അവിടെ വേറൊരു കിട്ടിയിരുന്നില്ല.
The third section, travel is located in Aurangabad in 1934. This was a time when Ambedkar was already recognized as an influential leader of the depressed classes. അങ്ങനെ സെക്കൻഡ് സെക്ഷനിൽ അദ്ദേഹം എന്താണ് ഒരു അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തുന്നു. അതൊരു ഷെൽട്ടർ എന്നാണ് ആ ഒരു സെക്ഷന്റെ പേര്. പിന്നെ അദ്ദേഹം പഠിക്കാനായിട്ട് പോകുന്നു. അവിടെ അദ്ദേഹത്തിന് എന്താണ് വീടൊന്നും കിട്ടാതെ അദ്ദേഹം കുറച്ച് വിഷമിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതിനൊരു മൂന്നാമത്തെ ഒരു സെക്ഷൻ കൂടി ഉണ്ട്. അതിന്റെ പേരെന്താണ്? ട്രാവൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ട്രാവൽ എന്നാണ് ആ ഒരു സെക്ഷന്റെ പേര്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രാവൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഔറംഗാബാദ് in 1934. This was the time when Ambedkar was already recognized as an influential leader of the depressed classes. അപ്പോൾ ആ ഒരു സമയമായപ്പോഴത്തേക്കും ഒരു 1934 ആയപ്പോഴത്തേക്കും അദ്ദേഹം ഈ ഒരു ദളിത് കമ്മ്യൂണിറ്റിയുടെ ഒരു ലീഡർ എന്ന രീതിയിൽ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങി. കാരണം അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും മുന്നോട്ട് വരാനും സംസാരിക്കാനും ഒക്കെ ഇദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം അവരുടെ ലീഡർ എന്ന രീതിയിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. He was closely attached to the cause of Dalit communities and worked rigorously for the socio-political awakening of this section of society. അങ്ങനെ അദ്ദേഹം ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ, ആ നമ്മുടെ SC/ST എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഓർമ്മ കിട്ടും അല്ലെ. ദളിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി തന്നെയാണ് കേട്ടോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആയിട്ട് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. ഹിയർ ദ ടെക്സ്റ്റ് ടോക്സ് അബൌട്ട് ദ റിജിഡ് സ്ട്രക്ചർ ഓഫ് ചതുർ വർണ്ണ ശർമ്മ within the Hindu fold, where a Dalit is looked down upon even by the one doing menial job like driving a tanga. അപ്പോൾ ഈ ദളിതിന് എന്താണ് ഹിന്ദുക്കളുടെ ഇടയിൽ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതായത് തൊട്ടുകൂടായ്മ അല്ലെ, തീണ്ടൽ എന്നൊക്കെ പറയും. അതായത് താഴ്ന്ന ജാതിക്കാർ വരുമ്പോൾ അവര് എന്താണ് മുതിർന്ന ജാതിക്കാരുടെ അടുത്തേക്കൊന്നും വരാൻ പാടില്ല. അപ്പൊ മുതിർന്ന ജാതിക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കണം. അങ്ങനെ കുറച്ച് എന്താണ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. Even the doctors refused to treat the body of a Dalit patient, fearing that the touch might pollute their sense of ഡോക്ടേഴ്സ് പോലും അല്ലെ, നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ നമ്മൾ ദൈവമായിട്ട് കാണുന്നു അല്ലെ. അപ്പൊ ആ ഡോക്ടേഴ്സിന് പോലും എന്തായിരുന്നു, ഇപ്പൊ ഒരു ദളിതായിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് മരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ തൊട്ട് ചികിത്സിക്കാൻ അല്ലെ, ട്രീറ്റ്മെന്റ് എടുക്കാൻ വരെ അവർക്ക് പേടിയായിരുന്നു. കാരണം അവരുടെ വിശ്വാസം അതാണ്, അവർ മലിനമാക്കപ്പെടും അല്ലെ, അവരെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവർ മലിനമാക്കപ്പെടും. അത്രയ്ക്ക് എന്താണ് ഡിസ്ക്രിമിനേഷൻ അല്ലെ, തൊട്ടുകൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അപ്പൊ അതും അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. The text of the forgets that Ambedkar remained a lifelong advocate of equality for all sections. അങ്ങനെ അദ്ദേഹം ഇവർക്ക് വേണ്ടിയിട്ട് ഒരു വക്കീലായിട്ട് അദ്ദേഹം ഒരുപാട് നാള് നിലകൊണ്ടു. അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വാദിക്കാനായിട്ട് നിലകൊണ്ടു. To make them independent and be able to fight for their own rights. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് വേണ്ടി സംസാരിക്കാനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സ്വന്തം കാര്യം നിൽക്കാനും അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. Gandhi was more concerned with the freedom struggle, while the former hoped for complete annihilation of the caste system to bring all the citizens at par. The matter promoted only cosmetic change to the caste system so that untouchables could also be accommodated within the fourfold structure of the Hindu caste system. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ഒരു എന്താണ് വിവേചനം എല്ലാ തരത്തിലും മാറണം അല്ലെ. മാത്രമാണ് ഈ ദളിത് എന്ന് പറയുന്ന ആ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഫോർവേഡ് ക്ലാസ്സസിന് ബാക്ക്വേർഡ് ക്ലാസ്സസിന് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവുകയുള്ളൂ. അവർക്ക് സൊസൈറ്റിയിൽ വളരെ ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇടപഴകാനും ജീവിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞങ്ങൾ പറയുന്നു. തേർഡ് ഓഫ് ദ റിപ്രസീവ് കാസ്റ്റ് സിസ്റ്റം വിത്തിൻ ഹിന്ദുയിസം വാസ് ഇവൻച്വലി എംബ്രേസ് ബുദ്ധിസം ഇൻ 1956. അടുത്തായിട്ട് ബുദ്ധിസത്തിലും ഇങ്ങനെ കുറച്ച് വിവേചനങ്ങൾ ഹിന്ദുയിസത്തിലെ പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിസത്തിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയപ്പെടുന്നു. The fourth section of the book decodes and simplifies the art of ഭീമയാന for the readers. ഇനി ഈ ബുക്കിന്റെ നാലാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഭീമയാന എന്ന് പറയുന്ന ആ ഒരു വർക്കിനെ അത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ, ആ ബുക്കിനെ കുറച്ചും കൂടെ ചെറുതാക്കി അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. It narrates the story of the gradual development of Pardhan Gond art from being a decorative art used to using festivities to the one making a mainstream graphic book. അങ്ങനെ ഈ 4 സെക്ഷൻസ് നമ്മൾ എന്താണ് ഈ ഭീമയാന എന്ന് പറയുന്ന ബുക്കുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കണം കേട്ടോ. അങ്ങനെ നാലാമത്തെ സെക്ഷനിൽ ആ ബുക്കിന്റെ ഒരു ഗ്രാഫിക്കിന് അതായത് പിക്ചേഴ്സിന് അതിനകത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് എന്നൊക്കെയാണ് നാലാമത്തെ ആ ഒരു സെക്ഷനിൽ പറയുന്നത് കേട്ടോ. വേറെ അതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല. ഗ്രാഫിക് ബുക്ക് ആണെന്ന് അതിനകത്തേക്ക് എന്താണ് കുറച്ചും കൂടെ വിവരങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു കേട്ടോ.
ഇനി അപ്പൊ ബുക്കിനെ കുറിച്ച് ഭീമയാന ഓർത്തിരിക്കുക. ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയുന്ന ബുക്കാണ്. ഫസ്റ്റ് പാർട്ട് വാട്ടർ ആണ്, സെക്കൻഡ് പാർട്ട് ഷെൽട്ടർ ആണ്, തേർഡ് വൺ വന്നിട്ട് ട്രാവൽ ആണ്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ അല്ലെ, കൂടുതലായിട്ടും അദ്ദേഹത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഓട്ടോബയോഗ്രഫിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പിന്നെ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് വിവേചനങ്ങളൊക്കെ പറ്റിയൊക്കെ അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അത്രയുമാണ് ഈ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഏതിലാണ്? ഭീമയാന എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഭീമയാന എന്താണെന്ന് നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കുക. നമ്മൾ ആ ടെക്സ്റ്റിനെ പറ്റി നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അതിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 15 ആണ്, ലിറ്ററേച്ചർ ആൻഡ് സിനിമ അല്ലെ. അപ്പൊ ലിറ്ററേച്ചർ ആൻഡ് സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല അല്ലെ. കാരണം നമുക്ക് എന്താ പറയാ, ലിറ്ററേച്ചറിലുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലുള്ള ടെക്സ്റ്റുകളൊക്കെ ഒരുപാട് ഫിലിംസ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് കുറെ അറിയാൻ പറ്റും. നമ്മൾ ഒരു ഫിലിം കാണുമ്പോൾ നമുക്ക് എന്താണ്, ഒരു നോവൽ വായിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ മൈൻഡിൽ ആ കാര്യങ്ങൾ നിൽക്കും അല്ലെ. കാരണം അതിന്റെ ആ ഒരു പിക്ചറൈസേഷൻ അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, നമ്മൾ ഓർത്തിരിക്കും. അപ്പൊ ഈ ലിറ്ററേച്ചറും സിനിമയും അത് എത്രത്തോളം റിലേറ്റഡ് ആണെന്ന് നമുക്ക് നമ്മുടെ ഒരു എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇത് നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇപ്പോഴും നമ്മൾ അങ്ങനത്തെ സിനിമകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടും എന്താണ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. കാരണം നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ എഴുതാം. നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുള്ളത് ഉണ്ടാവാം അല്ലെ. അപ്പൊ എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് അഡാപ്റ്റേഷൻസ് അല്ലെ, ലിറ്ററേച്ചറിൽ നിന്ന് സിനിമയിലോട്ട് ഏതൊക്കെ വർക്കുകളൊക്കെ പോയിട്ടുണ്ട്, ഏതൊക്കെ ഫിലിംസ് ആക്കിയിട്ടുണ്ട് എന്നൊക്കെ കുറച്ച് വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്താണ്? The concept of art has evolved. 7 activities including history, poetry, comedy, tragedy, music, dance, and astronomy were recognized as art in ancient times. These activities were the means to understand the mysteries of the universe. Later on, the art was redefined to refer the ability to create something skillfully. In the 17th century, the scope of art expanded and included painting, sculpture, architecture, and drawing. In this chapter, we will be acquainted with the various ways in which art has been defined over the ages and how the definition is expanded to include the recording arts including films, television, and photography. അപ്പോൾ നമ്മളോട് പറയുന്നത്, നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ കൂടുതലായിട്ടും പോയട്രി അല്ലെങ്കിൽ ട്രാജഡീസ് അല്ലെ, മ്യൂസിക്, അതിനെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ആർട്ടായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വന്ന് നമ്മൾ കുറച്ച് നമ്മുടെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാലഘട്ടം കഴിയുന്നതോറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൂടുതലായിട്ടും ആർട്ടിനെ ഒരു എന്താണ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതായത് ആർട്ട് ഫോംസിനെ, ഇപ്പൊ പോയട്രി ഒക്കെ ആണെങ്കിൽ അതിനൊരു എക്സ്പാൻഷൻ വന്നിട്ടുണ്ട് അല്ലെ. ഡ്രാമയൊക്കെ ആണെങ്കിൽ കുറച്ച് പണ്ടത്തെ സ്റ്റേജ് സെറ്റിങ്സും കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ നടക്കുന്നത് അല്ലെ. കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് വളരെ വിപുലമായിട്ടുള്ള ഒരു ഫിലിം ഒക്കെ കണ്ട രീതിയിൽ നമുക്കിപ്പോൾ ഡ്രാമാസ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ ഒരു ലിറ്ററേച്ചറിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഫിലിമിനും ടെലിവിഷനിലും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് എന്താണ് ലിറ്ററേച്ചർ ആൻഡ് സിനിമാസ് ആർട്ട് ഫോംസ്. അപ്പൊ ലിറ്ററേച്ചറും സിനിമയും ഞാൻ പറഞ്ഞു അല്ലെ, നേരത്തെ തന്നെ പറഞ്ഞു. കുറെ ബുക്കുകളൊക്കെ ഫിലിം ആക്കിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിലിം is an amalgam of all the other performance arts include photography, music, painting, and dance. Susan Sontag says cinema is a kind of panel that absorb the characteristic features of all the other art. Christian Metz argues that cinematographic image is connectivity richer than using words alone, since in cinema, the image combines with the word and music. Sergei Etsin says, filmmakers create meaning by combining shots that are depictive, symboling meaning, natural content into intellectual context and series. അപ്പോൾ പറയുന്നതാണ്, നമ്മുടെ ഈ വർക്കുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് അതൊരു എന്താണ്, നമ്മുടെ മനസ്സിൽ നമ്മൾ അതിന്റെ ഒരു പിക്ചറൊക്കെ ഇമാജിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ നോവലൊക്കെ വായിക്കുക അല്ലെ. അപ്പോൾ ഫിലിം എന്ന് പറയുമ്പോൾ എന്താണ്, ആ നോവലിന്റെ ആ ഒരു പിക്ചറൈസേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് ഓൺ സ്ക്രീനിൽ കാണും. അപ്പൊ അതിന്റെ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട്
നമ്മുടെ മനസ്സിലേക്ക് കിട്ടുന്ന രീതിയിലാണ് അതിന്റെ ഒരു പിക്ചറൈസേഷൻ നടക്കുന്നത് അല്ലെ. Many films have been made out of literary text, but films do not always follow a literary text അല്ലെ. ഒരുപാട് ഫിലിംസ് എന്തിന്ന് വന്നിട്ടുണ്ട്, ലിറ്റററി ടെക്സ്റ്റിന് വന്നിട്ടുണ്ട്. പക്ഷെ ഫിലിം എങ്ങനെയാണ്, ഫിലിം ഒരിക്കലും ലിറ്റററി ടെക്സ്റ്റിനെ ഫോളോ ചെയ്യുന്നില്ല അല്ലെ. അപ്പോൾ അവര് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും അല്ലെ. അപ്പോൾ ആ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ ക്ലൈമാക്സും ഒന്നും വരണമെന്നൊന്നുമില്ല, ക്ലൈമാക്സും ഒന്നും വരണമെന്നൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഫിലിമായിട്ട് നമ്മൾ കാണുക അല്ലെ. അഡാപ്റ്റേഷൻസ്, ഇനി എന്തൊക്കെ അഡാപ്റ്റേഷൻസ്, ഏതൊക്കെ ഫിലിംസ് ആയിട്ടുണ്ട്, ലിറ്ററേച്ചർ ഏതൊക്കെ ലിറ്ററേച്ചർ ടെക്സ്റ്റുകൾ ഫിലിമിലേക്ക് ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? D.W. Griffith, who is credited with inventing Hollywood and with giving shape and identify to the unique language of films, has adapted writers like Tennyson, Browning and Thomas Hardy. He learned the intricacies of filmmaking from Charles Dickens. Griffith earned the epithet father of film technique by using literary equivalents of cinematic techniques. From Dickens' novels, he uses the techniques like close-up, montage and dissolve. അപ്പോൾ നമ്മുടെ ചാൾസ് ഡിക്കൻസിന്റെ നോവലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു പിക്ചറൈസേഷൻ, അതായത് വർക്കിന്റെ പിക്ചറൈസേഷൻ ചെയ്തിരിക്കുന്നതെന്ന് ആണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. Many French and Italian filmmakers has done this before Griffith. In 1902, George Méliès made a trip to the moon by adapting a novel by Jules Verne. In 1908, Society Film d'Art, a French company, translated classics such as novels by Balzac, Hugo and Dickens for the screen. Adapters have also used William Shakespeare's and Jane Austen's work. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ റൈറ്റേഴ്സിന് നമുക്ക് അത്ര പരിചയമില്ല അല്ലെ, ഫ്രഞ്ചിലുള്ള ആൾക്കാരൊന്നും നമുക്കറിയില്ല. പക്ഷെ വില്യം ഷേക്സ്പിയറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ജെയിൻ വളരെ ലിറ്ററേച്ചറിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. അപ്പൊ അവരുടെയൊക്കെ വർക്കുകൾ നമ്മൾ ചില ഡ്രാമാസ് ആയിട്ടും ചില ഫിലിംസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. അതൊക്കെ എന്താണ്, വളരെ ഫേമസും ആണ്, ഇപ്പോഴും അതിന്റെ റെലവൻസ് പോയിട്ടില്ല. എന്താണ് ഈ അഡാപ്റ്റേഷൻ? നമ്മൾ അഡാപ്റ്റ് ചെയ്തു എന്ന് പറയും അല്ലെ, അതായത് അവിടെ ഒരു അഡാപ്റ്റേഷൻ നടന്നിട്ടുണ്ടെന്ന് പറയും അല്ലെ, ആ ഫിലിമിൽ ഒരു അഡാപ്റ്റേഷൻ ഉണ്ട്. അപ്പൊ എന്താണ് ഈ അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? അഡാപ്റ്റേഷൻ മീൻസ് എ ട്രാൻസ്ഫർ ഓഫ് ദ സ്റ്റോറി ഫ്രം വൺ മീഡിയം ടു അനദർ. അപ്പൊ അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുക അല്ലെ, അല്ലെങ്കിൽ സ്വീകരിക്കുക. അപ്പൊ ഒരു ഭാഷയിൽ നിന്നും അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. It might strictly adhere to the source text. It might adapt this form, manner and content. Linda Hutcheon defines adaptation is an announced and extensive transposition of a popular work or works. അപ്പോൾ ഒരു ക്രിട്ടിക്കിന്റെ അഭിപ്രായത്തിൽ ഈ അഡാപ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വർക്കിനെ അതിന്റെ എന്താണ് എക്സ്റ്റെൻസീവ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് അഡാപ്റ്റേഷൻ എന്നാണ് ഒരു ക്രിട്ടിക്കിന്റെ അഭിപ്രായം. The audience watching an adaptation of Othello will probably see the similarities with the trial of O.J. Simpson, an American football player was accused of murdering his wife and her lover. അപ്പോൾ നമ്മൾ ഈ ഒതല്ലോ എന്ന് പറയുന്ന ആ ഒരു വർക്ക് വായിച്ചിട്ടുള്ളവർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കഥകളുടെ ഒരു സ്റ്റോറിയൊക്കെ ഫിലിമായിട്ട് കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അല്ലെ. ടൈപ്പ് ഓഫ് അഡാപ്റ്റേഷൻസ്, ഇനി ഏതൊക്കെ തരത്തിലുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. എന്തൊക്കെയാണ്? ഒന്ന് ട്രാൻസ്പോസിഷൻ ഉണ്ട്, ഒന്ന് കമന്ററി ഉണ്ട്, ഒന്ന് അനലോഗി ഉണ്ട്. അതെങ്ങനെയൊക്കെയാണ്? ട്രാൻസ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ in this there is no interference with the source text and it is transferred to the screen as it is. അപ്പോൾ ട്രാൻസ്പോസിഷൻ ഒരു ലിറ്റററി ടെക്സ്റ്റിന് അതിനകത്ത് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരുടെ ആ കഥ തന്നെ അങ്ങനെ തന്നെ അവർ അതിനകത്തോട്ട് മാറ്റും. കമന്ററി, in this deliberate changes are made. കമന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയായിരിക്കും അതിന്റെ ആ ഒരു ഫിലിം ഇറക്കിയിട്ടുണ്ടാവും. അനലോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it deviates from the source text, thus creating another work of art. അതായത് അതിന്റെ ഒരു ത്രെഡ് ഉണ്ടാവും അല്ലെ, നമ്മൾ ഏത് വർക്കാണ് എടുത്തിട്ടുള്ളത് അതിനെ പോലെ ബേസ് ചെയ്തിട്ട് പക്ഷെ എൻ്റയർലി ക്യാരക്ടേഴ്സ് ഒക്കെ ഡിഫറൻസ് ആയിട്ട് ഏകദേശം അതായിരിക്കും ഒരു സോഴ്സ് ആയിട്ട് എടുക്കുക, പക്ഷെ വളരെ ഡിഫറെന്റ് ആയിട്ട് സിനിമകൾ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ അനലോഗി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഏതാണ്? 3 ടൈപ്പ് ഓഫ് അഡാപ്റ്റേഷൻസ് ഉണ്ട്. ട്രാൻസ്പോസിഷൻ ഉണ്ട്, കമന്ററി ഉണ്ട് ആൻഡ് അനലോഗി ഉണ്ട്. അപ്പൊ 3 തരത്തിലുള്ള
ട്രാൻസ്ഫോർമേഷൻ അല്ല, അഡാപ്റ്റേഷൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹു ഈസ് ആൻ അഡാപ്റ്റർ? ആരാണ് ഇതൊക്കെ അഡാപ്റ്റ് ചെയ്യുക? അല്ലെ, ഫിലിം ഉണ്ടാക്കിയെന്ന് പറയും, ടെക്സ്റ്റിൽ നിന്ന് എന്താണ് ഫിലിം ആയി എന്ന് പറയും, അല്ലെ, ആരാണ് ഈ അഡാപ്റ്റർ? ആരാണ്? ഫിലിം ഈസ് എ റിസൾട്ട് ഓഫ് കൊളാബറേറ്റീവ് എഫേർട്ട് ഓഫ് മെനി പീപ്പിൾ. ഒരു ഫിലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് പേരുടെ വർക്കിന്റെ ഫലമാണ് ഒരു ഫിലിം. ദ സ്ക്രീൻ റൈറ്റർ ക്രിയേറ്റീവ്ലി ട്രാൻസ്ഫോം ദ പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, ഡയലോഗ് ആൻഡ് തീം. ദ ആക്ടർ ഇന്റർപ്രറ്റ് ദ ക്യാരക്ടേഴ്സ് ആൻഡ് കളേഴ്സ് വിത്ത് ദം ഹിസ് ഓർ ഹെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ ഡയറക്ടറാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ആള്, അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിലാണ് ആ ഒരു വർക്ക്, അദ്ദേഹം ഒരു ക്യാരക്ടർ ഇങ്ങനെ പ്രസന്റ് ചെയ്യണം, അല്ലെ, അയാൾ ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ അദ്ദേഹമാണ് തീരുമാനിക്കുക. അപ്പോൾ ആക്ടർ എന്താ ചെയ്യുക? ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയും അവരുടെ ആ ഒരു മുഖത്ത് വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നു. The director constructs the myth and scene and the editor arranges the pieces together to form one concurrent narrative. അങ്ങനെ ഡയറക്ടർ ആക്ടറിന് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ആക്ട്രസിന് പറഞ്ഞു കൊടുക്കുന്നു, അവരത് ചെയ്യുന്നു, അല്ല, അതോടുകൂടി കഴിഞ്ഞു. പക്ഷെ ഇതിനകത്ത് അത് കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്ത് അത് വരേണ്ട സ്ഥലത്ത് വരുത്തി എല്ലാം ചെയ്ത് അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നല്ലൊരു ഫിലിം ആകുന്നത്, അല്ലെ. അല്ല, അഭിനയിച്ചത് കൊണ്ട് മാത്രം അതൊരു ഫിലിം ആവില്ല, ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഒരു ഫിലിം എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് എന്താണ്? ഒരു നല്ല അഡാപ്റ്റർ, അല്ലെ, അതായത് ഒരു ടെക്സ്റ്റിനെ അതിന്റെ ഒരു ഫിലിമായിട്ട് നമ്മൾ ഇറക്കാൻ തീരുമാനിച്ചു. അപ്പൊ ആ ടെക്സ്റ്റ് വായിച്ച ആളുകൾക്ക് എന്ത് തോന്നരുത്? ആ ഫിലിം ഒന്നിനും കൊള്ളില്ല, അതിന്റെ ടെക്സ്റ്റ് തന്നെയാണ് നല്ലത് എന്ന് ഒരിക്കലും തോന്നരുത്, അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ആൻഡ്രൂ ഡേവിസ് ഐഡന്റിഫൈസ് 10 secrets to becoming successful adapter. ഒരു നല്ല അഡാപ്റ്റർ, അതായത് നല്ല എന്താണ് സ്വീകർത്താവ് ആകാൻ വേണ്ടിയിട്ട് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. They were reading books, അല്ല, എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യുക. രണ്ടാമതായിട്ട് എന്താണ്? ആസ്ക് വൈ ദ ബുക്ക് ക്യാൻ ബി അഡാപ്റ്റഡ് ആൻഡ് വൈ നോ. രണ്ടാമതായിട്ട് എന്തുകൊണ്ടാണ് ഈ ബുക്ക് നമ്മൾ സിനിമയാക്കാൻ പോകുന്നത് എന്നൊരു റീസൺ നമ്മൾ പറഞ്ഞിരിക്കണം. നോ ഹൂസ് സ്റ്റോറീസ്, പിന്നെ ആരുടെ സ്റ്റോറിയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, അല്ലെ. ഡോണ്ട് ബി അഫ്രൈഡ് ടു ചേഞ്ച് തിങ്സ്, എസ്പെഷ്യലി ഓപ്പണിങ്സ്. അതുപോലെ തന്നെ നോവലിനെ പോലെ തന്നെ ഓപ്പണിങ്സ് ഒക്കെ വരാതെ കുറച്ച് ഡിഫറൻസ് ഒക്കെ ആയിട്ട് നമ്മുടേതായ രീതിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താം. യു മസ്റ്റ് ഹാവ് എ പ്ലാൻ ബിഫോർ യു സ്റ്റാർട്ട്. അതുപോലെ തന്നെ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഒരു പ്ലാൻ ഉണ്ടായി. ഡോണ്ട് യൂസ് ഡയലോഗ് ഇഫ് യു ക്യാൻ അച്ചീവ് ദ എഫക്ട് വിത്ത് എ ലുക്ക്. ക്രിസ്റ്റലൈസ് ഡയലോഗ് ടു ഇൻ സെന്റൻസ്. അതുപോലെ തന്നെ സെന്റൻസുമായിട്ട് കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ട് പോകുന്ന സെന്റൻസുകൾ മാത്രം, ഡയലോഗുകൾ മാത്രമേ സെലക്ട് ചെയ്യൂ. ആഡ് സീൻസ് ദാറ്റ് ആർ നോട്ട് ഇൻ ദ ബുക്ക്. അതായത് നമ്മുടെ ബുക്കിൽ ഇല്ലാത്ത കുറച്ച് സീനുകളൊക്കെ നമ്മൾ നമ്മുടെ ഫിലിമിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളുകൾക്ക് തോന്നും. ഡോണ്ട് യൂസ് വോയിസ് ഓവർ, ഫ്ലാഷ് ബാക്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ടോക്കിംഗ് ഡയറക്ട്ലി ടു ക്യാമറ. അതുപോലെ തന്നെ വോയിസ് ഓവർ ഒന്നും കൊടുക്കരുത്. പിന്നെ അടുത്തായിട്ട് ഫ്ലാഷ് ബാക്ക് കൊടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്? ആൻഡ് ക്യാരക്ടേഴ്സ് ടോക്കിംഗ് ഡയറക്ട്ലി ടു ക്യാമറ. അതുപോലെ ക്യാരക്ടേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ക്യാമറയിലേക്ക് നോക്കാനും പാടില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫിലിം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. യു ക്യാൻ ബ്രേക്ക് യുവർ ഓൺ റൂൾസ് വെൻ ഇറ്റ് ഫീൽസ് ദ റൈറ്റ് തിങ്സ് ടു ഡു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ബുക്കിലെ കാര്യങ്ങൾ അങ്ങനെ തന്നെ പകർത്തണമെങ്കിൽ നമുക്ക് പകർത്താം, അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ശരി എന്ന് തോന്നുന്നത് അതുപോലെ നമുക്ക് ചെയ്യാം. പക്ഷെ അത് ആ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് റീഡേഴ്സ് എങ്ങനെയാണോ എടുത്തത്, ചിലപ്പോൾ നല്ല പോപ്പുലർ ആയിട്ട് വിറ്റുപോയിട്ടുള്ള വർക്കായിരിക്കും, അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക് വന്നിട്ട് അത് ഫെയിൽഡ് ആവാൻ പാടില്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ. വർക്ക് പോപ്പുലർ ആണെങ്കിൽ അതുപോലെ തന്നെ ആ ഫിലിം നന്നായിട്ട് വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത എന്താണ്? ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ലിറ്ററേച്ചർ ആൻഡ് സിനിമ എന്നൊരു പറഞ്ഞ സെക്ഷനാണ് നമ്മൾ നോക്കിയത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കിയത് അഡാപ്റ്റേഷൻസ്, അല്ലെ. ഒരു ഫിലിം ആക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആരാണ് ഒരു അഡാപ്റ്റർ, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നല്ലൊരു ടെക്സ്റ്റ് നല്ലൊരു ഫിലിമായിട്ട് വരണമെങ്കിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി. അപ്പൊ ഇത്രയേ ഉള്ളൂ ആ ഒരു ചാപ്റ്റർ കേട്ടോ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ടു ഇന്റർപ്രറ്റ് എ ഫിലിം. ഒരു ഫിലിം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫിലിമിലേക്ക് ആ ഒരു ടെക്സ്റ്റിനെ നമുക്ക് എങ്ങനെ എത്തിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? വിഷ്വൽ റെപ്രസെന്റേഷൻസ് ഹാവ് കോംപ്ലക്സ് ലെങ്ത്. ഫോർ എക്സാമ്പിൾ, ക്ലോസ് അപ്പ് ഷോട്ട്സ് ക്രിയേറ്റ് സൈക്കോളജിക്കൽ ഇന്റിമസി ഇൻ ഓഡിയൻസ്.
Point of view shot make the audience look at things. People from a character's perspective. Music provides an insight into the emotions of characters. അപ്പൊ നമ്മൾ ഫിലിം കാണുന്നതുകൊണ്ട് നമുക്കറിയാം അല്ലെ എങ്ങനെയായിരിക്കും ഒരു ഫിലിം, എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഫിലിമിൽ ശ്രദ്ധിക്കണം അല്ലെ. അതായത് ക്യാരക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴുള്ള പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും അല്ലെ. അവര് നമ്മളോട് ഓഡിയൻസിനോട് സംസാരിക്കുന്നത് പോലെ അല്ലെ, കാഴ്ചക്കാരോട് സംസാരിക്കുന്ന പോലെ ഉണ്ടാവണം. അതുപോലെ തന്നെ മ്യൂസിക്കിനും അതിനൊക്കെ അല്ലെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് അറിയാം, നമ്മൾ ഫിലിം കാണുന്നവരാണ് അല്ലെ. പിന്നെ എന്താണ്, ടു അണ്ടർസ്റ്റാൻഡ് ദ നറേറ്റീവ് ബെറ്റർ ഇൻ ആൻ അഡാപ്റ്റേഷൻ we should look at the conventions of cinematic practice of the time, the preoccupations and the corpus of the actors. There are more similarities instead of differences between literature and film. Okay. അപ്പൊ അത്ര ഉള്ളു, നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. എന്തൊക്കെയാണ്, there are more similarities instead of differences between literature and film. അപ്പൊ കുറച്ച് ഒരുപാട് ഡിഫറൻസുകൾ ഉണ്ടാവരുത് അല്ലെ, മറിച്ച് എന്തുണ്ടാവുമ്പോൾ ഒരുപാട് സാമ്യം ഉണ്ടാവണം. അതായത് നമ്മൾ എടുക്കുന്ന ടെക്സ്റ്റും സിനിമയും നമ്മൾ ഒരുപാട് ബന്ധം ഉണ്ടാവണം, പക്ഷെ ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് പാടില്ല. We should look at the specialities of each medium and look at what they bring to each other. അതുപോലെ തന്നെ നമ്മൾ എന്താണോ പുറത്തു കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ, സിനിമയാണെങ്കിൽ അതിന്റെ എന്താണ് നല്ല റെസ്പോൺസിബിലിറ്റിയോട് കൂടി അത് ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ടെക്സ്റ്റ് നമുക്ക് സക്സസ് ആയിട്ട് ഒരു റെപ്രസെന്റേഷൻ, ഒരു പിക്ചറൈസേഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത്. ചാപ്റ്റർ 15 ആണ് കേട്ടോ കഴിഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ഈ ടെക്സ്റ്റിലെ ലാസ്റ്റ് ഒരു ചാപ്റ്ററും കൂടെ ഉണ്ട്, ചാപ്റ്റർ 16. 16ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് റസ്കിൻ ബോണ്ട് ആൻഡ് വിശാൽ ഭരദ്വാജ് ദ ബ്ലൂ അംബ്രല്ല. നമ്മള് റസ്കിൻ ബോണ്ടിന്റെയും അതുപോലെ തന്നെ വിശാൽ ഭരദ്വാജിന്റെയും ദ ബ്ലൂ അംബ്രല്ല എന്ന് പറയുന്ന ആ ഒരു വർക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ റസ്കിൻ ബോണ്ട് ആരാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആരാണ് റസ്കിൻ ബോണ്ട്? റൈറ്റ് ഫോർ ചിൽഡ്രൻ, അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ആളാണ്. An Indian of British descent, Bond has written many 40 books of children. He is Sahitya Academy recipient for his novel Avatri's Dekha. He was also awarded the Padma Shri in 1999 and the Padma Bhushan 2014. Ruskin Bond's novel A Flight of Pigeons was adapted into Bollywood film, produced by Shashi Kapoor, was directed by Shyam Bengal into Junoon in 1978. Doordarshan TV series Ekta Rusty is based on his Rusty stories. In 2005, Bond collaborated with the Bollywood director Vishal Bharadwaj and made a film based on his popular novel for children, The Blue Umbrella. അപ്പൊ നമുക്ക് ഈ ഒരു ബ്ലൂ അംബ്രല്ല എവിടെ നിന്ന് വന്നതെന്ന് മനസ്സിലായി. എന്താണ്, നമ്മളിപ്പോ ഈ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ടെക്സ്റ്റിന്റെ ദൃശ്യാവിഷ്കാരം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിനെ സിനിമയാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും അല്ലെ, അതുപോലെ തന്നെയാണ് റസ്കിൻ ബോണ്ടിലെ ദ ബ്ലൂ അംബ്രല്ല എന്ന് പറയുന്ന ഫിലിമാണ് നമ്മുടെ വിശ്വാൽ ഭരദ്വാജ് എന്ന് പറഞ്ഞിട്ടുള്ള ബോളിവുഡ് ഡയറക്ടർ അദ്ദേഹത്തിന് ഫിലിം ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ആ ഫിലിം അല്ലെ, നമ്മളിനി അറിയാൻ പോകുന്നത് എന്താണ്, എന്തായിരുന്നു അതിനകത്തെ സ്റ്റോറി എന്ന് അല്ലെ. അപ്പൊ നമുക്കിത് ഈ ചാപ്റ്റർ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ യൂട്യൂബിൽ എടുത്തിട്ട് വിശാൽ ഭരദ്വാജസ് ദ ബ്ലൂ അംബ്രല്ല എന്ന് പറഞ്ഞ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടും ആ ഒരു ഫിലിം കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാനും പറ്റും. അപ്പൊ നമ്മൾ എന്തായി, നമ്മൾ റസ്കിൻ ബോണ്ടിന്റെ ടെക്സ്റ്റും വായിച്ചു, അതിന്റെ ഒരു പിക്ചറൈസേഷനും കിട്ടി. അപ്പൊ നമുക്ക് ആ നോവൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അപ്പൊ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. റസ്കിൻ ബോണ്ട്, അപ്പൊ നമ്മൾ റസ്കിൻ ബോണ്ട് ആരാന്ന് പറഞ്ഞു, ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഴുതുന്ന ഒരു ഇന്ത്യൻ റൈറ്റർ ആണ്. അദ്ദേഹത്തിന് പത്മഭൂഷണും പത്മശ്രീയും അങ്ങനെ ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഥറാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഈ ഒരു ബ്ലൂ അംബ്രല്ല എന്ന് പറയുന്ന ഇതിലെ കഥ അല്ലെ, ഇത് സിനിമയാക്കി എന്ന് പറഞ്ഞു വിശാൽ ഭരദ്വാജ് അല്ലെ. അപ്പൊ എന്തായിരുന്നു ആ ഒരു ബ്ലൂ അംബ്രല്ലയിലെ കഥ എന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. കഥ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫിലിമിനെ കുറിച്ചും ഒന്നും എഴുതാനായിട്ട് പ്രത്യേകിച്ച് അന്വേഷിക്കണം, കാരണം സ്റ്റോറി തന്നെയാണ് അവർ ഫിലിം ആക്കിയിട്ടുള്ളത്. അപ്പൊ എന്താണ് അതിന്റെ സമ്മറി അല്ലെ, സ്റ്റോറി എന്നാണ് നമുക്ക് നോക്കാം. ദ ബ്ലൂ അംബ്രല്ല ഈസ് അബൌട്ട് എ യങ് ഗേൾ ബിനിയ ആൻഡ് ഹെർ ഫാമിലി. ഈ ബ്ലൂ അംബ്രല്ല എന്ന് പറയുന്ന കഥ ഒരു ബിനിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെയും അവളുടെ ഫാമിലിയുടെയും കഥയാണ്. ബിനിയ ലിവ്സ് വിത്ത് ഹെർ ഫാമിലി ഇൻ എ സ്മോൾ വില്ലേജ് ഗർവാൾ. അപ്പൊ ബിനിയ അവരുടെ ഒരു സ്മോൾ ഫാമിലിയുടെ കൂടെയാണ് താമസിക്കുന്നത്.
ഷീ ഈസ് എ സിമ്പിൾ ഗേൾ വിത്ത് റിയലിസ്റ്റിക് ഡ്രീംസ്. അവൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ കുറച്ച് സാധാരണക്കാർക്കുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക്. The story has multiple emotions including materialistic love, jealousy and kindness. പക്ഷേ എന്താണ് നമ്മൾ ഈ സ്റ്റോറി കാണുമ്പോൾ അതിനകത്ത് കുറച്ച് പലതരത്തിലുള്ള ഇമോഷൻസ് നമ്മൾ കാണുന്നുണ്ട്, അവരുടെ ഫീലിങ്സ് ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് കൈൻഡ്നെസ് അല്ല ദയം, അതുപോലെ തന്നെ കുശുമ്പ്, അങ്ങനെ കുറെ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ബിനിയ ഈസ് എ ഗേൾ ഹു ബിലോങ് ടു എ പുവർ ഫാമിലി. അപ്പൊ അവളൊരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്. And they are just surviving. She does not have anything precious except one thing, a bear claw necklace. അവൾക്ക് വേറെ വിലപിടിപ്പുള്ളൊന്നും അവളുടെ അടുത്തില്ല. അവൾക്ക് ആകെ ഒരു ബിയർ ക്ലോ നെക്ലസ് മാത്രമാണ് അവൾക്ക് വിലപിടിപ്പായിട്ട് ഉള്ളത്. It is a precious because it is a good luck charm. At least this is what her mother thinks. One day, while doing chorus, Binia saw a beautiful blue umbrella. അങ്ങനെ ഒരു ദിവസം അവള് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ അംബ്രല്ല അവർക്ക് കിട്ടുകയാണ്. ഷീ ഫെൽ ഇൻ ലവ് വിത്ത് ദ ബ്ലൂ അംബ്രല്ല ബട്ട് ഇറ്റ് ബിലോങ് ടു വൺ ഇംഗ്ലീഷ് വുമൺ. പക്ഷെ അത് അവിടെ വന്ന ഒരു ഇംഗ്ലീഷ് വുമന്റെ, അല്ലെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അവിടെ വിസിറ്റിംഗിനായിട്ട് വന്ന ഒരു ഇംഗ്ലീഷ് വുമന്റെ അംബ്രല്ല ആയിരുന്നു ആ ബ്ലൂ അംബ്രല്ല. പക്ഷെ അവൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷീ സ്റ്റാർട്ടഡ് സ്റ്റെയറിംഗ് അറ്റ് ദ അംബ്രല്ല. അവൾ ആ അംബ്രല്ലയെ തന്നെ തുടിച്ചു നോക്കി അവിടെ നിന്നു. ദ ഇംഗ്ലീഷ് ലേഡി സോ ഹെർ ആൻഡ് ദ ഇംഗ്ലീഷ് ലേഡി കണ്ടു. ഇവള പടയിൽ ഇങ്ങനെ നോക്കി വളരെ ആകർഷിതരായിട്ട് നിൽക്കുന്നത് അവർ കണ്ടു. The lady looked at her and her bear claw necklace. She wanted to have that bear claw necklace the same as Binia wanted her blue umbrella. അപ്പോൾ ആ ലേഡി വന്ന് നോക്കിയപ്പോൾ ഇവളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബിയർ ക്ലോ നെക്ലസ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞു അതെനിക്ക് തരികയാണെങ്കിൽ ഇത് ഞാൻ നിനക്ക് തരാം, ഈ ബ്ലൂ അംബ്രല്ല നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവും, സമ്മതിച്ചു. May the lady asked Binia offered her bear claw necklace in exchange for the blue umbrella. അങ്ങനെ ആ ലേഡി ചോദിച്ചപ്പോൾ അവൾ ആ നെക്ലസ് കൊടുത്തിട്ട് അവളുടെ കയ്യിൽ ആ നീല കൂടെ അവള് മേടിച്ചെടുത്തു. When Binia got the umbrella, she was very happy. അങ്ങനെ അവൾക്ക് അംബ്രല്ല കിട്ടിയപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. All the people in the village admired her beautiful umbrella and were jealous of her. അങ്ങനെ അവള് ആ കൊടയൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അവളോട് ഭയങ്കര കുശുമായി മാറി. കാരണം അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അംബ്രല്ല ആയിരുന്നു. They always thought about how did Binia manage to get such an expensive umbrella when she was really poor. അപ്പോൾ ആളുകളൊക്കെ വിചാരിക്കുന്നത് എല്ലാവരും ഭയങ്കര ജലസിയാണ് അല്ലെ, എല്ലാവരും ഭയങ്കര അസൂയൊക്കെയുള്ള ആളുകൾ. അപ്പൊ അവര് വിചാരിക്കുക ഇവള് ഇത്ര പാവപ്പെട്ട വീട്ടിലല്ലേ, പിന്നെ അവർക്ക് എങ്ങനെയാണ് ഇത്രയും വിലപിടിപ്പുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു അംബ്രല്ലയൊക്കെ കിട്ടിയതാണ് എല്ലാവർക്കും അറിയേണ്ടത്. Binia did not care about others. She kept the umbrella and looked it wherever she went. എന്നിട്ട് എന്ത് ചെയ്തു, അവള് ആ അംബ്രല്ല തന്നെ അവിടെ പിടിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം എന്താണ് അവൾക്ക് എല്ലാവർക്കും കുശുമല്ലേ, അപ്പൊ അവൾക്ക് മനസ്സിലായി ഇത് എന്താണ് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ അടിച്ചെടുക്കാനൊക്കെ ആയിട്ട് തോന്നി, ഒന്ന് നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് അവൾക്ക് അറിയായിരുന്നു. Binia did not care about others. അവള് മറ്റുള്ളവർ പറയുന്ന ഒന്നും അവര് ശ്രദ്ധിച്ചില്ല. അവളെ കളിയാക്കൊക്കെ ചെയ്യും അല്ലെ, കാശൊന്നും ഇല്ലാതെ നിനക്ക് എവിടുന്നാണെന്നൊക്കെ ചോദിച്ചിട്ട് അവർ കളിയാക്കൊക്കെ ചെയ്യും. പക്ഷെ അത് അവളൊന്നും ശ്രദ്ധിച്ചില്ല. She kept the umbrella and took it wherever she went. അവള് എവിടെ പോയാലും ആ ഒരു അംബ്രല്ലയും കൊണ്ടാണ് അവള് പോയിരുന്നത്. She was in love with that beautiful thing. അവൾക്ക് ആ അംബ്രല്ലയുമായിട്ട് അവൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് അവൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിട്ട് അവൾ അവിടെ ഇവിടെ കൊണ്ടുവന്നു. There was a shopkeeper named Ram Bharosa. Binia and her brother used to buy coffees from him. അങ്ങനെ അവിടെ ഒരു അപ്പൊ ഇവൾക്ക് അറിയായിരുന്നു എല്ലാവർക്കും കുശുമല്ല. അപ്പൊ അവര് നോക്കിയപ്പോൾ അവിടെ ഒരു ഷോപ്പ് കീപ്പർ ഉണ്ട് കേട്ടോ. അയാളുടെ പേരെന്താണ്, റാം ബെറോസ എന്നാണ് പേര് കേട്ടോ. ബിനിയ ആൻഡ് ഹർ ബ്രദർ യൂസ്ഡ് ടു ബൈ കോഫീസ് ഫ്രം ഹിം. അപ്പൊ ഇവരും ഈ ബിനിയും അവന്റെ അവിടുന്ന് മിഠായികളൊക്കെ അയാളുടെ കടയിൽ നിന്ന് മേടിക്കാറുണ്ടായിരുന്നു. ഹി സോ ബിനിയാസ് അംബ്രല്ല ആൻഡ് വാണ്ടഡ് ടു ഓൺ ഇറ്റ്. അങ്ങനെ ബിനിയുടെ അംബ്രല്ല അയാൾ കണ്ടു. അപ്പൊ അയാൾക്ക് ഒരു ആഗ്രഹം, അത് തനിക്ക് വേണം, അത് മേടിച്ചാൽ കൊള്ളാം അയാൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഹി ഓഫേർഡ് ബിനിയ 3 ടോഫീസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ദ അംബ്രല്ല. അങ്ങനെ ഈ ബിനിയക്ക് 3 മിഠായി കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്താണ് ആ കടക്കാരൻ ആ ഒരു അംബ്രല്ല തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചു. ഹി ഓഫേർഡ് ബിനിയ 3 ഫ്രീ ടോഫീസ് അല്ലെ, ഫ്രീ ആയിട്ട് മിഠായികൾ കൊടുക്കാന്ന് പറഞ്ഞു, ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദ അംബ്രല്ല. ബട്ട് ബിനിയാസ് ലവ് ഫോർ ദ അംബ്രല്ല വാസ് സോ സ്ട്രോങ് ദാറ്റ് ഷീ റെഫ്യൂസ്ഡ് ടു ടേക്ക് ദ ടോഫീസ്. പക്ഷെ ബിനിയക്ക് ആ ഒരു കൊട അത്രയും പ്രിയപ്പെട്ടതായിരുന്നുകൊണ്ട് അവൾ അതൊക്കെ നിരസിച്ചു, അവൾക്ക് വേണ്ടെന്ന് അവൾ പറഞ്ഞു. The boy planned. Ram Bharosa got angry and
One day asked his servant who was to get the umbrella. അങ്ങനെ ഈ റാംബറോസ എന്ന് പറയുന്ന ഒരു കടക്കാരന് ഭയങ്കര ദേഷ്യം. അയാൾ ചോദിച്ചിട്ട് കൊടുത്തില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാളുടെ സെർവന്റിനോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ആ കൊടയൊന്ന് തട്ടിയെടുക്കണം. The boy planned to steal the umbrella, and when he failed, he told Binia's brother that Rambarosa gave him the task for stealing the umbrella. അങ്ങനെ ആ ബോയ്, ആ ഒരു സെർവന്റ് പോയി ഈ ബിനിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ബ്ലൂ അംബ്രല്ല തട്ടിയെടുക്കാനൊരു ശ്രമം നടത്തി. പക്ഷെ അയാൾ പരാജയപ്പെട്ടു. അപ്പൊ ആ ഒരു വന്ന ആ ഒരു ആള് ഈ പിള്ളേരുടെ അടുത്ത് പറയാണ് കേട്ടോ, മീൻ്റെ അടുത്ത് പറയാണ്, നിന്റെ ചേച്ചിയുടെ കുട മോഷ്ടിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാണ്, റാംബറോസയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന കാര്യം പറഞ്ഞു കൊടുത്തു. Everyone in the village came to know that Rambarosa did to the girl Binia. അങ്ങനെ വില്ലേജിൽ എല്ലാവർക്കും കാര്യം അറിഞ്ഞു അല്ലെ, അവളുടെ കുട പറിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് എല്ലാവരും അറിഞ്ഞു. Binia, the villagers felt awful for the girl and started buying things from another shop instead of Rambarosa shop. അങ്ങനെ ആ കുട്ടിയോട് ഇങ്ങനെ ഒരു അനീതി കാണിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അയാളുടെ കടയിൽ നിന്ന് ആളുകൾ സാധനം മേടിക്കുന്നത് നിർത്തി. അവരെല്ലാവരും അടുത്ത കടയിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് തുടങ്ങി. After some days, Binia's blue umbrella faded. It had the mark of stitches, but still it was the most beautiful umbrella in the whole village. അങ്ങനെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബിനിയുടെ അംബ്രല്ലയുടെ കളറൊക്കെ ഇച്ചിരി കുറഞ്ഞു തുടങ്ങി. എങ്കിലും അപ്പോഴും ആ ഗ്രാമത്തില് ഏറ്റവും നല്ല അംബ്രല്ല ബിനിയുടെ തന്നെയായിരുന്നു. വേറെ ആർക്കും മാത്രം നല്ല കുടയൊന്നും ഉണ്ടായിരുന്നില്ല. One day, Rambarosa offered പിന്നെന്താ സംഭവിച്ചത്? One day, Rambarosa offered Binia a toffee again. This time, it was not for greed or to get something exchanged. He was really feeling bad for what he had done and wanted to become a better person. അങ്ങനെ പിന്നീടും ഒരിക്കൽ കൂടി ഈ റാംബറോസ അവളോട് ഇങ്ങനെ മിഠായി കൊടുത്താരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊരിക്കലും അയാൾക്ക് ആ ഒരു അംബ്രല്ല മേടിക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് അദ്ദേഹം അത് മോഷ്ടിക്കാൻ ശ്രമിച്ചില്ലേ ആദ്യം. അപ്പൊ അതിന്റെ ഒരു വിഷമം അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു ക്ഷമാപണം നടത്തുന്ന പോലെയാണ് അവൾക്ക് ഈ പ്രാവശ്യം അയാൾ മിഠായി കൊടുക്കാനായിട്ട് സമ്മതിച്ചത്. The same day, Binia realized that she did not need an umbrella to be happy or to be look pretty. She had her family and the beautiful nature to make her happy. അങ്ങനെ അയാള് അന്ന് ആ മിഠായി കൊടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അന്ന് അവളൊരു കാര്യം തിരിച്ചറിഞ്ഞു. എന്താണ്? അവളുടെ ആ ഒരു ബ്ലൂ അംബ്രല്ല ഉണ്ടെങ്കിലല്ല അവൾ സുന്ദരി, അല്ലെങ്കിലും അവൾക്ക് നല്ലൊരു ഫാമിലി ഉണ്ട് അല്ലെ, അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഗ്രാമവാസികളുണ്ട്. അപ്പൊ ബ്ലൂ അംബ്രല്ല ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവർ ഹാപ്പി ആണെന്നൊരു കാര്യം അവള് തിരിച്ചറിഞ്ഞു. She lost her love for the umbrella and gave it to Rambarosa when he gave her the toffee. അങ്ങനെ അവൾ എന്ത് ചെയ്തു? അവള് ആ ഒരു ബ്ലൂ അംബ്രല്ല ഈ റാംബറോസയ്ക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അയാളത് ഒത്തിരി ആഗ്രഹിച്ചതാണല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? when he gave her the toffee, എന്നിട്ട് അയാള് ആ അംബ്രല്ല കിട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് കുറെ മിഠായിയൊക്കെ കൊടുത്ത് സമ്മാനമായിട്ട് കൊടുത്തു. Rambarosa had a smile on his face. He did become a less greedy person. People Binia for you, Rambarosa. അങ്ങനെ അയാള് ഭയങ്കര നല്ല മനുഷ്യനായി. അയാള് ആ ബിനിയ കൊടുത്ത ആ ഒരു അംബ്രല്ല കൊണ്ട് വളരെ ഹാപ്പി ആയിരുന്നു. അയാളുടെ മുഖത്ത് നല്ലൊരു ചിരിയൊക്കെ വന്നു കേട്ടോ. They started buying things from again. അങ്ങനെ നാട്ടുകാരൊക്കെ പിന്നെയും ഈ കാര്യങ്ങൾ അറിഞ്ഞു അല്ലെ, അയാള് ഇങ്ങനെ ക്ഷമാപണം നടത്തി, അപ്പോൾ അംബ്രല്ല തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും പിന്നെയും റാംബറോസയുടെ ഷോപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് തുടങ്ങി. His shop started getting crowded again, but this time there was something new. Rambarosa behaved unselfishly with his customers and always had a smiling on his face. അങ്ങനെ പിന്നീട് എല്ലാവരും വന്ന് ഇയാൾക്ക് തെറ്റൊക്കെ മനസ്സിലായില്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പം ആളുകൾ പിന്നെയും വന്ന് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ തുടങ്ങി. അപ്പൊ അയാളുടെ കടയിൽ ഒരുപാട് തിരക്കായി. അയാൾ അപ്പൊ ആളുകൾക്ക് കൂടുതലായിട്ടും നല്ലൊരു സ്മൈലിംഗ് ഫേസ് ഒക്കെ കൊടുത്ത് അയാൾ കുറച്ചും കൂടെ നല്ലവനാകാനായിട്ട് തീരുമാനിച്ചു. Rambarosa found a bear claw and it took it to Silvermith to get a locket made for Binia. അങ്ങനെ ഈ റാംബറോസ എന്ത് ചെയ്തു? ഒരു ബിയർ ക്ലോ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഒരു മാലയുടെ ലോക്കറ്റ് പണിയാനായിട്ട് അവിടുത്തെ ഒരു സ്മിത്തിന്റെ പേര് കൊടുത്തു. Ruskin Bond portrayed the manner in which human beings are enslaved by their desire to own and possess. അപ്പോൾ റസ്കിൻ വേണ്ട അങ്ങനെ അതാണ് അതിന്റെ ആ സ്റ്റോറിയുടെ അവസാനം കേട്ടോ. അപ്പൊ അവൾക്ക് ആ ഒരു മാല നഷ്ടപ്പെട്ട് അല്ലെ, നെക്ലസ് നഷ്ടപ്പെടുത്തിയിട്ടാണ് അവൾ ആ ഒരു ബ്ലൂ അംബ്രല്ല സ്വന്തമാക്കിയത്. അപ്പൊ ഇദ്ദേഹത്തിന് അത് മനസ്സിലായപ്പോൾ അയാൾക്ക് അംബ്രല്ല കൊടുത്തപ്പം ആ തിരിച്ചു അവൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ആ ഒരു നെക്ലസ് തിരിച്ചു കൊടുക്കാനായിട്ട് അയാളും തീരുമാനിച്ചു. അങ്ങനെ അയാൾ എന്തോ പുതിയതൊന്നും പണിയിപ്പിക്കാനായിട്ട് കൊടുത്തു. Ruskin Bond portrays the manner in which human beings are enslaved by their desire to own and possess. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ അദ്ദേഹം റസ്കിൻ ബോണ്ട് മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്
മനുഷ്യന്റെ അതിയായ ആഗ്രഹമാണ് അല്ലെ, ഓരോ സാധനങ്ങൾ സ്വന്തമാക്കാനും മറ്റുള്ള ഓരോരുത്തരുടെയും അതിയായ ആഗ്രഹം അല്ലെ. ചിലപ്പോൾ നമുക്ക് അത്യാഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും അല്ല, അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ബോത്ത് ബിനിയ ആൻഡ് റാംബറോസ വെയർ ലിബറേറ്റഡ് ഫ്രം ദ ഡിസയർ മേക്കിംഗ് അംബ്രല്ല അവൈലബിൾ ടു എവരി അല്ലെ. അങ്ങനെ നമ്മുടെ ബിനിയയും റാംബറോസയും എന്ത് ചെയ്തു, അവർക്ക് രണ്ടുപേർക്കും ആ അംബ്രല്ല എല്ലാവർക്കും അവൈലബിൾ ആവട്ടെ അല്ലെ. അല്ലെങ്കിൽ എനിക്ക് മാത്രം മതി എന്ന് വെച്ചാൽ അവർക്ക് പിടിച്ചു നോക്കാം, പക്ഷെ അവളത് ഓർത്തില്ല. അല്ലെങ്കിൽ റാംബറോസക്ക് തന്നെ വേണമെന്ന് അയാൾക്ക് വാശി, അല്ലെങ്കിൽ അയാളത് വിട്ടുകൊടുക്കും അല്ലെ. അപ്പൊ എല്ലാവർക്കും എല്ലാം വേണം എന്നുള്ളൊരു നല്ലൊരു മെസ്സേജോട് കൂടിയാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. ഓക്കെ, അതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു എന്ന് പറയുന്ന ബുക്കിന്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മുടെ ആരാണ്, ഭരദ്വാജ് അല്ലെ, വിശാൽ ഭരദ്വാജ് ആണ് ഇത് ഫിലിം ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഈ ഒരു പിന്നെ നമ്മുടെ റസ്കിൻ ബോണ്ടിന്റെ കഥയില് ബിനിയ എന്നൊക്കെയാണ് പേര്. നമ്മുടെ ഓക്കെ, ഫിലിമിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് പേര് കേട്ടോ. ഓക്കെ, പിന്നെ ഫിലിമിൽ വരുമ്പം അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, കുറച്ചും കൂടെ പിക്ചർ അല്ലെ, പാട്ടുകളൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. വിശാൽ ഭരദ്വാജസ് ഫിലിം ഈസ് സെറ്റ് ഇൻ എ വില്ലേജ് ഇൻ ചമ്പ അല്ലെ, വില്ലേജിലാണ് നമ്മുടെ സ്റ്റോറി നടക്കുന്നത്. ഇറ്റ് ഓപ്പൺസ് വിത്ത് എ ഷോ ഓഫ് സ്നോ കവേർഡ് മൗണ്ടൻസ്, snowfall, and in the middle of a old little girl whose face is hidden by a blue umbrella. അപ്പൊ നമ്മൾ ഫിലിമിൽ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അംബ്രല്ല കൊണ്ട് നടക്കുന്ന പെൺകുട്ടീനെ ഒക്കെ കാണിക്കില്ല. അപ്പൊ ഒരു സിനിമാറ്റിക് സ്റ്റൈലില് ഒരു ബ്ലൂ അംബ്രല്ല ഒക്കെ ചൂടി നടക്കുന്ന പെൺകുട്ടീനെ കാണിച്ച് നല്ല ഒരു പിക്ചറൈസേഷൻ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബ്ലൂ അംബ്രല്ല എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ബാക്കി അതിന്റെ സ്റ്റോറിയാണ് നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ നമ്മൾ പതിവ് പോലെ നമ്മുടെ വൺ വേർഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ അതും കൂടെ വായിച്ചു കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ടെക്സ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പോപ്പുലർ ലിറ്ററേച്ചർ നമ്മൾ പല സെക്ഷൻസ് ഓഫ് റൈറ്റിങ്ങിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പറഞ്ഞത് റസ്കിൻ ബോണ്ടിന്റെ ഒരു നോവലിനെ പറ്റി, ബ്ലൂ അംബ്രല്ല അത് ഫിലിമാക്കിയതിനെ പറ്റി, പിന്നെ പോപ്പുലർ സിനിമ ആൻഡ് ലിറ്ററേച്ചർ പറഞ്ഞു, പിന്നെ പറഞ്ഞത് ഭീമയാൻ എന്ന് പറഞ്ഞ ഡോക്ടർ BR അംബേദ്കറുടെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു നോവലിനെ കുറിച്ച് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. വേറെ നിങ്ങൾ ക്ലാസ് ഒക്കെ കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഫിലിമിന്റെ ആ ഒരു പിക്ചറൈസേഷൻ അതൊക്കെ കാണാൻ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതിനകത്ത് യൂട്യൂബിലൊക്കെ ചിലപ്പോൾ അതിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ ഇത് വായിക്കുന്നതിന് കുറച്ചും കൂടെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.